ഹലോ ഓൾ ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്വസ്റ്റ്യൻ നമ്പർ 46 മുതലുള്ള പോർഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 46, വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ ഇസ് എ ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിങ് വാട്ട്, അതായത് VIF ടെസ്റ്റ് യൂസ് ചെയ്തത് ഏത് മോഡലിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. A auto correlation, B multicollinearity, C heterostochasticity and D non-normality of residuals. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മൾട്ടികൊലീനിയാരിറ്റി എന്നതാണ്. ഓക്കെ, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ഒരു ആവശ്യവും അവിടെ വരുന്നില്ല, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 47, ഐഡന്റിഫൈ ദ കറക്റ്റ് സെനോറിയോസ് ആർ എക്സാമ്പിൾസ് ഓഫ് കമ്മിറ്റിംഗ് എ ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ ഇതിനകത്ത് ഏത് ആണ് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ, എ കോർട്ട് ട്രയൽ ഫൈൻഡ്സ് എ ഡിഫെൻഡന്റ് ഗിൽറ്റി വെൻ ഇൻ റിയാലിറ്റി ദ ഡിഫെൻഡന്റ് ഈസ് ഇന്നസെന്റ്. ഓക്കെ. ഓപ്ഷൻ 2, എ ക്ലിനിക്കൽ ട്രയൽ കൺക്ലൂഡ്സ് ദാറ്റ് എ ന്യൂ ഡ്രഗ് ഹാസ് നോ എഫക്ട് വെൻ ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ്. ഓപ്ഷൻ 3, എ സ്ട്രേ കാറ്റ് വാക്ക് പോസ്റ്റ് എ സെൻസർ കോസിംഗ് എ ഗ്ലിഞ്ച് and then the alarm system sounds the alarm anyway as if there was an intruder. So ഇതാണ് നമ്മുടെ 3 ഓപ്ഷൻ. നമുക്ക് ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, 1 and 3 only. അപ്പോൾ എന്താണ് ഈ ടൈപ്പ് 1 എറർ എന്ന് ചോദിച്ചാൽ അതൊരു ഫോൾസ് പോസിറ്റീവ് ആണ്. അതായത് ശരിക്കുള്ള കാര്യം അല്ല നമ്മളിവിടെ ശരിയാണ് എന്ന് പറയുന്നത്, അതിനെയാണ് ഈ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. എ സിസ്റ്റം റോങ്ലി സിഗ്നലിംഗ് ആൻ ഈവന്റ് guilt or alarm illustrates rejecting the null when it is actually true. Okay, actually ട്രൂ ആയിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് 1 എറർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 48, അസേർഷനും റെസിസ്റ്റനുമായിട്ടാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ. അപ്പം 48 ക്വസ്റ്റ്യൻ, എ 95% കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ദ പോപ്പുലേഷൻ മീൻ ഈസ് ജനറലി പാരാമീറ്റർ പ്രിഫേർഡ് ഓവർ എ സിംഗിൾ സാമ്പിൾ മീൻ ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ട്രൂ പോപ്പുലേഷൻ. Reason, the sample mean is an unbiased estimator while the 95% confidence interval provides a range of possible values that has a 0.95 probability of containing the true population mean. So ഇതിന്റെ ഓപ്ഷൻസ് വന്നത് as usual both A and R are true but R is not the correct explanation of A, and option B, A is true but R is false. Both A and R are true and R is the correct explanation of A, and option D, A is false but R is true. So the correct answer is both A and R are true but R is the correct explanation of A എന്നതാണ്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതെല്ലാം നമ്മുടെ എക്കണോമെട്രിക്സ് മോഡൽസിൻ്റെ അല്ലേ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും ടി ടെസ്റ്റ് ആയാലും എഫ് ടെസ്റ്റ് ആയാലും നമ്മുടെ ആ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് ഇതെല്ലാം. സോ അസേർഷൻ, the T distribution must be used instead of the Z distribution for hypothesis testing about a population mean when the population standard deviation is unknown. Reason, the shape of a specific T distribution is entirely determined by its degree of freedom, which are calculated as df is equal to n-1 for a one sample T test. So ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അസേർഷൻ എ എന്ന് പറയുന്നത് ശരിയും അസേർഷനും റീസണും ശരിയാണ്, പക്ഷേ റീസൺ അതിൻ്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 50, മാച്ച് ദ ഫോളോയിങ് ആസ് യൂഷ്വൽ. അപ്പോൾ ഇതിനകത്ത് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്നത് ടെസ്റ്റുകളുടെ പേരും ആരുടേതൊക്കെയാണ് അല്ലേ, ആരൊക്കെയാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്നുള്ളതുമാണ്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റുഡൻസ് ടി ടെസ്റ്റ്, ബി എഫ് ടെസ്റ്റ്, സി കൈ സ്ക്വയർ ടെസ്റ്റ് ആൻഡ് ഡി കോറിലേഷൻ ടെസ്റ്റ്. അങ്ങനെ നമ്മുടെ ആളുകളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. കാൾ പിയേഴ്സൺ, ചാൾസ് പിയേഴ്സ്മാൻ, വില്യം സീലി ഗോസെറ്റ് ആൻഡ് സർ റെനോൾഡ് ഫിഷർ. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത് വില്യം സെലി ഗോസെറ്റിൻ്റെ ആണ്. എഫ് ടെസ്റ്റ് ആരുടേതാ? സർ റൊണാൾഡ് ഫിഷറിൻ്റെ ആണ് ഈ എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ കൈ സ്ക്വയർ ടെസ്റ്റ് ആരുടെ? കാൾ പിയേഴ്സൺ കൈ സ്ക്വയർ ടെസ്റ്റ് എന്നല്ലേ നമ്മളതിനെ പറയുന്നത് തന്നെ. കോറിലേഷൻ ടെസ്റ്റ് ആരുടേതാ? ചാൾസ് പിയർമാൻ്റെ ആണ് കോറിലേഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ടെസ്റ്റുകൾ പഠിച്ചു വെക്കുക, അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ഇത് ആരാണ് ഇത് കണ്ടുപിടിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1, A 3, B 4, C 1, D 2 എന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51,
The primary difference between the physical quality of life index and the human development index in terms of their components is that HDI includes an indicator of, അതായത് PQLIയും HDIയും തമ്മിലുള്ള വ്യത്യാസം ഈ പറയുന്നതിൽ ഏതാണ്? അതായത് HDIയിലുള്ളതും PQIയിൽ ഇല്ലാത്തതുമായ കമ്പോണൻ്റ് ആയിരിക്കണമല്ലോ നമ്മളിവിടെ നോക്കാൻ പോകുന്നതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ലിറ്ററസി റേറ്റ് വിച്ച് ദ PQLI എക്സ്ക്ലൂഡ്സ്, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വിച്ച് ദ PQLI എക്സ്ക്ലൂഡ്സ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വിച്ച് ദ HDI എക്സ്ക്ലൂഡ്സ്, ലൈഫ് എക്സ്പെക്റ്റൻസി വിച്ച് ദ PQLI വെയ്റ്റ്സ് ഡിഫറൻ്റ്ലി. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വിച്ച് ദ PQLI എക്സ്ക്ലൂഡ്സ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 52. The economy is most prominently associated with the theory that backlash effect is stronger than the spread effect in the context of increasing regional economic disparity. അത് ആരുടേതാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതും വളരെ ഏറ്റവും സുഖമായി പഠിക്കാൻ പറ്റുന്നൊരു തിയറി, ഏറ്റവും മനോഹരമായ ഒരു തിയറിയുടെ ആണ് നമ്മുടെ ഈ കോൺസെപ്റ്റ് ബാക്ക്വാഷ് എഫക്റ്റ് അല്ലെങ്കിൽ സ്പ്രെഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ തിയറി അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ആൻസറാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗുണാൽ മൃദാലിൻ്റെ ആണ് ഈ തിയറി എന്ന് പറയുന്നത്. ബാക്ക്ലാഷ് എഫക്റ്റും സ്പ്രെഡ് എഫക്റ്റും. അതായത് ഈ ബാക്ക്ലാഷ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റിച്ച് കൺട്രിയും ഒരു പുവർ കൺട്രിയും അടുത്തടുത്ത് കിടക്കുന്നു. അപ്പോൾ ഈ റിച്ച് കൺട്രി റിച്ച് ആവും തോറും പുവർ കൺട്രിയിലേക്ക് ബാക്ക്ലാഷ് അതിൻ്റെ എഫക്റ്റ് നെഗറ്റീവായിട്ടായിരിക്കും വരിക എന്നുള്ളതാണ് ഈ ബാക്ക്ലാഷ് എഫക്റ്റിനോട് സിംപ്ലി അർത്ഥമാക്കുന്നത്. സ്പ്രെഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ റിച്ചിനോട് ഒത്ത് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഗുണം പുവർ കൺട്രിക്കും കിട്ടും അല്ലെങ്കിൽ പുവർ സിറ്റിക്കും കിട്ടും എന്ന് പറയുന്നതാണ് ഈ സ്പ്രെഡ് എഫക്റ്റ്, ഗുണം പകരും എന്നുള്ളത്. സോ അത് പറയുന്നത് ആരാ? ഗുണാൽ മൃദാലിൻ്റെ കോൺസെപ്റ്റാണ് ആ എഫക്ട്സ്. ഇനി ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 53. ദ ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ കാൾ മാർക്സ് എക്കണോമിക് തിയറി. കാൾ മാർക്സിൻ്റെ ഇക്കണോമിക് തിയറിയിൽ ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തിനെയാണ്, ഏത് റേഷ്യോയാണ് പറയുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ഔട്ട്പുട്ട് ടു ടോട്ടൽ വേജസ് ആണോ, കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ടു വേരിയബിൾ ക്യാപിറ്റൽ ആണോ, സർപ്ലസ് വാല്യൂ ടു ടോട്ടൽ അഡ്വാൻസസ് ആണോ, വേരിയബിൾ ക്യാപിറ്റൽ ടു കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ടു വേരിയബിൾ ക്യാപിറ്റലിനെ പറ്റിയാണ് കാൾ മാർക്സിന്റെ ഇക്കണോമിക് തിയറിക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ. കാൾ മാർക്സിന്റെ ഇക്കണോമിക് തിയറിക്കകത്തുള്ള മറ്റൊരു പോയിന്റ് നമുക്കറിയാമല്ലേ, സർപ്ലസ് ലേബർ അല്ലെ, ലേബറിനെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന തിയറിയാണ് കാൾ മാർക്സിന്റെ ഇക്കണോമിക് തിയറി. ക്വസ്റ്റ്യൻ നമ്പർ 54. Which of the following equation correctly represents the warranted growth rate in Harrod-Domer model? ഹരോഡോമർ മോഡലിനകത്ത് ഏത് ഇക്വേഷൻ ആണ് വാറന്റീഡ് ഗ്രോത്ത് റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. വാറന്റീഡ് ഗ്രോത്ത് റേറ്റ് ഈസ് ഈക്വൽ ടു സേവിങ്സ് ഡിവൈഡഡ് ബൈ എന്നതാ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. കണ്ടോ, ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്ന് വായിക്കാം. So, in the Harrod-Domer model, the warranted growth rate equals the savings rate divided by the capital output ratio. It shows the growth needed to maintain full employment. Full employment മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗ്രോത്ത് റേറ്റിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനെ എങ്ങനെ നമ്മൾ എഴുതുന്നത്? is divided by V എന്ന് എഴുതുന്നത്. ഓക്കെ, അതാണ് ഹരോഡോമർ മോഡലിനകത്ത് വാറന്റീഡ് ഗ്രോത്ത് റേറ്റിന്റെ ഇക്വേഷൻ ആയിട്ട് റേറ്റ് ആയിട്ട് കാണിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 55. According to John Robinson's model, the golden age is characterized by the equality of. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞു ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞാൽ ആരുടെ കോൺസെപ്റ്റാ? ജോൺ റോബിൻസന്റെ കോൺസെപ്റ്റാ അല്ലേ? അപ്പോൾ അതിൽ ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്തൊക്കെ തമ്മിലുള്ള ഇക്വാളിറ്റി ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഗ്രോത്ത് റേറ്റ് ഓഫ് ഔട്ട്പുട്ടും ഗ്രോത്ത് റേറ്റ് ഓഫ് പ്രൈസും ആണോ, ഗ്രോത്ത് റേറ്റ് ഓഫ് വേജസും ഗ്രോത്ത് റേറ്റ് ഓഫ് പ്രോഫിറ്റ്സും ആണോ, ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റലും ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബറും ആണോ, അതോ വാറന്റീഡ് ഗ്രോത്ത് റേറ്റും ആക്ച്വൽ ഗ്രോത്ത് റേറ്റും ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഗ്രോത്ത് റേറ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ലേബർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 56. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ കീ മെക്കാനിസം ഫോർ ഇക്കണോമിക് ഗ്രോത്ത് ഇൻ ദ ഫീറാണീസ് മോഡൽ? ഫീറാണീസ് മോഡലിലെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഇക്കണോമിക് ഗ്രോത്തിൻ്റെ കോൺസെപ്റ്റിൽ ഏതാണ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ മെക്കാനിസം എന്നാണ് ചോദ്യം. റാപ്പിഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എക്സ്പാൻഷൻ ഓഫ് ദ അഗ്രികൾച്ചർ സെക്ടർ ആണോ? ഗ്രോത്ത് ഡ്രിവൺ പ്രൈമർലി ബൈ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ഫോറിൻ എയ്ഡ്, ദ ട്രാൻസ്ഫർ ഓഫ് സർപ്ലസ് ലേബർ ഫ്രം ദ ട്രഡീഷണൽ സെക്ടർ ടു ദ മോഡേൺ സെക്ടർ, കോൺസ്റ്റന്റ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ ബോത്ത് സെക്ടേഴ്സ് വിത്ത് നോ ഡിമിനിഷിങ് റിട്ടേൺസ്. ഇതിനകത്ത് ഏതാ? ഓപ്ഷൻ സി ആണത്. ട്രാൻസ്ഫർ ഓഫ് സർപ്ലസ് ലേബർ ഫ്രം ട്രഡീഷണൽ സെക്ടർ ടു ദ മോഡേൺ സെക്ടർ. അതായത് കൃഷിക്ക് ആവശ്യമുള്ള ആളുകൾ അവിടെയുണ്ട്, അതായത് കൃഷി ഏരിയയിൽ ആളുകളുണ്ട്. അപ്പോൾ അവിടെയുള്ള സർപ്ലസ് ലേബറിനെ ട്രഡീഷണൽ സെക്ടറിൽ നിന്ന് മോഡേൺ സെക്ടറിലേക്ക് മാറ്റുന്നതാണ് എക്കണോമിക് ഗ്രോത്തിന് ഏറ്റവും നല്ലത് എന്നാണ് ഫിറാണി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 57. ഐഡൻറ്റിഫൈ ദ കണ്ടീഷൻ ദാറ്റ് മേക്സ് ആൻ എക്കോണമി വൾണറബിൾ ടു എ ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിനകത്ത് ഏത് കണ്ടീഷനാണ് നമ്മുടെ ഇക്കോണമിയെ ഒരു ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഹൈ പ്രൊപ്പൻസിറ്റി ടു സേവ് ആണോ? ഹൈ കോറിലേഷൻ ബിറ്റ്വീൻ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണോ? അതോ അബണ്ടൻസ് ഓഫ് അൺകൾട്ടിവേറ്റഡ് ലാൻഡ് ആണോ? ഹൈലി എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ മെത്തേഡ് ആണോ? ഏതായിരിക്കും ഒരു ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പിലേക്ക് നമ്മളെ എത്തിക്കുന്നത്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹൈ കോറിലേഷൻ ബിറ്റ്വീൻ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ്റെ ഗ്രോത്ത് റേറ്റും പെർ ക്യാപിറ്റ ഇൻകവും തമ്മിലുള്ള ഹൈ കോറിലേഷൻ ആണ് നമ്മളെ ലോ ലെവൽ ഇക്വിലിബ്രിയം ട്രാപ്പിലേക്ക് എത്തിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 58. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ കീ ഒബ്സർവേഷൻ ഓഫ് ദ സിംഗർ-പ്രിബിഷ് തീസിസ്? ഓക്കെ, അപ്പം സിംഗർ-പ്രിബിഷ് തീസിസിൻ്റെ ഏറ്റവും കീ ഒബ്സർവേഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ, ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ഫോർ പുവർ നേഷൻസ്, ടേംസ് ഓഫ് ട്രേഡ് വേഴ്സൺസ് ഫോർ പുവർ നേഷൻസ്, വെൽത്തി നേഷൻസ് റിലേ ഓൺ ഫോറിൻ എയ്ഡ്, ഇന്റേണൽ കറപ്ഷൻ ഈസ് ദ മെയിൻ പ്രോബ്ലം. ഇതിനകത്ത് ഏതാണ് സിംഗർ-പ്രിബിഷ് തീസിസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ബി ആണ്. ടേംസ് ഓഫ് ട്രേഡ് വേഴ്സൺസ് ഫോർ പുവർ നേഷൻ എന്നുള്ളതാണ് ആ കോൺസെപ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 59. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ ഹെഡോണിക് പ്രൈസിംഗ് മെത്തേഡ്. ഹെഡോണിക് പ്രൈസിംഗ് മെത്തേഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഈസ് എ റിവീൽഡ് പ്രിഫറൻസ് മെത്തേഡ്. സെക്കൻഡ് ഓപ്ഷൻ, ഇറ്റ് യൂസസ് സർവേസ് ഫോർ വില്ലിംഗ്നെസ് ടു പേ. It analyzes the effect of the environment on real estate prices. It is used to valuing recreational travel time. ഈ ഹെഡോണിക് പ്രൈസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മൾ കണ്ടുവരുന്നത് എൻവയോൺമെൻറ്റ് എക്കണോമിക്സിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഈ ഹെഡോണിക് പ്രൈസിംഗ് എന്ന് പറയുമ്പം നമ്മളൊരു ഒരു ഒരു പർട്ടിക്കുലർ ഏരിയ കാണുന്നു, അവിടുത്തെ ഇപ്പോൾ ഒരു ഹോട്ടലാണെങ്കിൽ അവിടുത്തെ റൂമുണ്ട്, അവിടുത്തെ സൗകര്യമുണ്ട്, അതിനടുത്ത് ഹോസ്പിറ്റലുണ്ടോ സ്കൂളുണ്ടോ, ഇതൊക്കെ വെച്ച് നമ്മൾ ഇതിനിടുന്നൊരു വില, ഒരു വാല്യുവേഷൻ നമ്മളവിടെ നടക്കുന്നു. ആ ഒരു കോൺസെപ്റ്റിനെയാണ്, ഏകദേശം ചുരുക്കി പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഹെഡോണിക് പ്രൈസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1 and 3 ഉള്ളിയാണ്. ഓക്കെ, 1 ഉം 3 ഏതാ നമുക്ക് നോക്കാം പെട്ടെന്ന്. ഇത് റിവീൽഡ് പ്രിഫറൻസ് മെത്തേഡാണ്. ഇറ്റ് അനലൈസസ് ദ എഫക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ഓൺ റിയൽ എസ്റ്റേറ്റ് പ്രൈസസ്. അത് രണ്ടുമാണ് ഹെഡോണിക് പ്രൈസിംഗ് മെത്തേഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 60. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ കണ്ടിൻജൻറ്റ് വാല്യുവേഷൻ മെത്തേഡ്. അപ്പോൾ ഏതാണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് കണ്ടിൻജൻറ്റ് വാല്യുവേഷൻ മെത്തേഡ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റഡ് പ്രിഫറൻസ് മെത്തേഡ്. സെക്കൻഡ്, ഇറ്റ് യൂസസ് സർവേസ് ടു ആസ്ക് ഫോർ വില്ലിംഗ്നെസ് ടു പേ. ഇറ്റ് ഇൻഫേഴ്സ് വാല്യൂ ഫ്രം റിയൽ എസ്റ്റേറ്റ് പ്രൈസസ്. ഇറ്റ് ഈസ് സബ്ജക്ട് ടു ഹൈപ്പോത്തറ്റിക്കൽ ബയാസ്. ഈ കണ്ടിൻജൻറ്റ് വാല്യുവേഷൻ മെത്തേഡും എൻവയോൺമെൻറ്റ് എക്കണോമിക്സിൻ്റെ ഒരു ഏരിയയാണ്. അതായത് ആക്ച്വലി അങ്ങനെ ഒരു വാല്യൂ ഇല്ല, പക്ഷെ നമ്മൾ അതിനെ ഒരു വാല്യൂ സങ്കല്പിച്ച് അത് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിനെന്തു പേ ചെയ്തേനെ. ഇപ്പോൾ നമ്മുടെ ഒരു പൊല്യൂട്ടഡ് ആയ റിവർ, അതിന് പ്യൂരിഫൈ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ സംവിധാനം വെക്കുന്നു, ഇതിന് വില്ലിംഗ് ആണോ പേ ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോകുന്ന ഒരു തോട്ടാണ് ഈ കണ്ടിൻജൻറ്റ് വാല്യുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആ ഏരിയയെ വാല്യൂ ചെയ്യുന്ന മെത്തേഡാണ് കണ്ടിൻജൻറ്റ് വാല്യുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 1, 2 and 4 ഉള്ളിയാണ്. അപ്പോൾ 3 നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇല്ല. ഇറ്റ് ഇൻഫേഴ്സ് വാല്യൂ ഫ്രം റിയൽ എസ്റ്റേറ്റ് പ്രൈസസ്. കാരണം എന്താ, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, അതുകൊണ്ടാണ് ഓപ്ഷൻ 3 അതിൽ ഉൾപ്പെടാത്തത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 61. വിച്ച് ഓഫ് ദ ഫോളോയിങ് പർപ്പസസ് ഫോർ ഹോൾഡിംഗ് മണി ഇസ് ദ ബോമോൾ-ടോബിൻ മോഡൽ പ്രൈമർലി ഡിസൈൻ ടു എക്സ്പ്ലെയിൻ? സ്പെക്കുലേറ്റീവ് ഡിമാൻഡ്, ട്രാൻസാക്ഷൻ ഡിമാൻഡ്,
പ്രിക്വേഷണറി ഡിമാൻഡ് ആൻഡ് അസെറ്റ് ഡിമാൻഡ്. ബോമൽ ടോബിൻ മോഡൽ പ്രൈമർലി ക്യാഷ് കൈ വെക്കുന്നതിനെ പറ്റി പറയാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന മോഡൽ ഏതാണ്? ട്രാൻസാക്ഷൻ ഡിമാൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. Question number 62, assertion. The travel cost method is used to estimate the value of a recreational site like a national park, even if there is no high entrance fee. The TCM infers the demand curve for the site by treating the cost visitors incur to travel to the site as a surrogate for their willingness to pay. ഈ ട്രാവൽ കോസ്റ്റ് മെത്തേഡ് നമ്മൾ മുമ്പേ പറഞ്ഞ ഹെഡോണിക് പ്രൈസ് മെത്തേഡ് ഇല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു തിയറി തന്നെയാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് എയും ആറും ശരിയാണ്. അതുപോലെ തന്നെ 6 കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എയുടേത് എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 63. ഈ ക്വസ്റ്റ്യൻ നമ്പർ 63 ഇത് റിപ്പീറ്റ് വന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതായത് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് പീപ്പിൾ പ്രിഫർ ടു ഹോൾഡ് മണി റാദർ ദാൻ ബൈയിങ് ബോൺസ് ആണ്. റാഷണൽ എക്സ്പെക്ടേഷൻ ഹൈപ്പോസിസ് എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ടൈം ഇൻകൺസിസ്റ്റൻസി പ്രോബ്ലം എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ക്രെഡിബിലിറ്റി എഫക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എനിക്കൊന്നത് എന്തൊരു എററിൽ വന്നതാണ്. ഐഡൻറ്റിഫൈ ദ സീക്വൻസ് വിച്ച് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് ഇനിഷ്യേറ്റഡ് ബൈ ദ ബിഗ് പുഷ് സ്ട്രാറ്റജി. അപ്പോൾ ബിഗ് പുഷ് സ്ട്രാറ്റജി അനുസരിച്ച് ഒരു സീക്വൻസ് നമ്മളോട് സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ബിഗ് പുഷ് സ്ട്രാറ്റജിയുടെ ഹൈലൈറ്റ് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇടുക എന്നുള്ളത്, ഒരു ബിഗ് പുഷ് എക്കോണമിക്ക് കൊടുക്കുക. അപ്പോൾ അന്നേരം എന്താ പറ്റും? പ്രൊഡക്ഷൻ കൂടും, എക്കോണമിയിൽ ഗ്രോത്ത് വരും എന്ന് പറയുന്നൊരു കോണ്ടെക്സ്റ്റ് ആണ് അത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ എയും ഓപ്ഷൻ സിയുമാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാകും ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും ഒന്നെങ്കിൽ ഓപ്ഷൻ എ ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്താകും? ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, അപ്പോൾ എന്നാവും? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താൽ ഇൻകം കൂടും, ഇൻകം കൂടിയാൽ ഡിമാൻഡ് കൂടും. അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് പോകുന്ന ഒരു കാര്യത്തെയാണ് ഈ ബിഗ് പുഷ് തിയറിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു പുഷ് നമ്മൾ എക്കോണമിക്ക് കൊടുക്കണം, അപ്പോഴാണ് ഈ ചേഞ്ചസ് ഉണ്ടാവുക എന്നാണ് ബിഗ് പുഷ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ദ ബിഗ് പുഷ് സ്ട്രാറ്റജി എംഫസൈസസ് ദാറ്റ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ട്രിഗേഴ്സ് എ ചെയിൻ റിയാക്ഷൻ. More production raises incomes, which then fuels greater demand, completing a positive feedback loop. It's about coordinated growth, not just one-off spending. അപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് എഴുതിയിരിക്കുന്നതും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 65. Which of the following is not a component or determinant in the mechanistic model of money supply? മെക്കാനിസ്റ്റിക് മോഡൽ ഓഫ് മണി സപ്ലൈയുടെ കമ്പോണൻ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹൈ പവേർഡ് മണി ആണോ, കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ ആണോ, റിസർവ് ഡെപ്പോസിറ്റ് റേഷ്യോ ആണോ, ടോട്ടൽ വെൽത്ത് ഓഫ് ദ പബ്ലിക് ആണോ? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ടോട്ടൽ വെൽത്ത് ഓഫ് ദ പബ്ലിക് ആണ്. നമുക്ക് വളരെ പരിചിതമാണല്ലേ ഈ മൂന്ന് ഓപ്ഷൻസും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അക്കോർഡിംഗ് ടു ദ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 66. According to the Hexalogian theory, the two fundamental underlying forces that cause differences in comparative cost between countries are differences in technology and trade barrier, labor skills and domestic market size, government policies and consumer taste, factor endowments and differences in factor proportion for production. അപ്പം നമ്മുടെ ഹെക്സലോഗിയൻ തിയറിയുടെ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് എന്താ? 2x2 മോഡൽ അല്ലേ. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് തന്നെയാണ് ഫാക്ടർ എൻഡോവ്മെന്റ്സ് ആൻഡ് ഡിഫറൻസസ് ഇൻ ഫാക്ടർ പ്രൊപ്പോർഷൻസ് ഓർ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 67. The two essential characteristics of public good that cause market failure are. പബ്ലിക് ഗുഡിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ വായിക്കുക പോലും വേണ്ട അല്ലേ. നോൺ റൈവൽറി ആൻഡ് നോൺ എക്സ്ക്ലൂഡബിലിറ്റി ആൻഡ് നേച്ചർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 68. ആഡം സ്മിത്തിൻ്റെ കാനൻസ് ഓഫ് ടാക്സേഷനകത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മളിത് ആദ്യത്തെ ക്വസ്റ്റ്യനും
ആഡം സ്മിത്തിന്റെ കാനൺസ് ഓഫ് ടാക്സേഷനെ ബേസ് ചെയ്ത് തന്നെയായിരുന്നു. അപ്പം ഇപ്പം വന്ന ക്വസ്റ്റ്യനും ആഡം സ്മിത്തിന്റെ കാനൺസ് ഓഫ് ടാക്സേഷനെ ബേസ് ചെയ്ത് തന്നെയാണ്. സോ ആഡം സ്മിത്ത് കാനൺസ് ഓഫ് ടാക്സേഷനകത്ത് ഏത് കോൺസെപ്റ്റ് ആണ് ടാക്സ് പേയേഴ്സ് ആർ ഈക്വലി ബൈ ഇമ്പോസിങ് ടാക്സ് അക്കൗണ്ട്, അവരുടെ എബിലിറ്റി ടു പേ അനുസരിച്ച് വേണം അവരുടെ എബിലിറ്റി ടു പേക്ക് ഈക്വലായിട്ട് വേണം ടാക്സ് പേയേഴ്സിന് ടാക്സ് ചാർജ് ചെയ്യാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് കാനൺസിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാനൺ ഓഫ് ഇക്വാളിറ്റി ആണോ, കാനൺ ഓഫ് എക്കോണമി ആണോ, കാനൺ ഓഫ് സെർട്ടനിറ്റി ആണോ, കാനൺ ഓഫ് കൺവീനിയൻസ് ആണോ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ കാനൺ ഓഫ് ഇക്വാളിറ്റി ആണ്. ഈ കാനൺ ഓഫ് എക്കോണമി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അടയ്ക്കാനായിട്ട്, അതായത് ടാക്സ് പേ ചെയ്യാനവർക്ക് ഇവർക്ക് അധിക ബാധ്യത ഉണ്ടാവാൻ പാടില്ല. സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പിന്നെ പർട്ടിക്കുലർ അവർ അവരായിരിക്കണം ഇവർ പേ ചെയ്യേണ്ടത് ഇത്ര രൂപയാണ്, എന്തുകൊണ്ടാണ്, അവർക്ക് സെർട്ടൻ ആയിട്ടായിരിക്കണം ആ ബോധ്യം അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ടത്. കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്തായിരിക്കണം ഈ ടാക്സ് കളക്ട് ചെയ്യുക. അതായത് ഇപ്പം നമുക്കിവിടെ ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 2 ജില്ലയ്ക്ക് അപ്പുറം പോയി ടാക്സ് കൊടുക്കേണ്ടി വരരുത്, നമ്മുടെ കൺവീനിയൻസും കൂടെ വെച്ച് വേണം അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കാനൺ ഓഫ് ഇക്വാളിറ്റി ആണ്. Question number 69. Which criterion for horizontal devolution of central taxes as recommended by the 15th Finance Commission was assigned the highest weightage of 45%? ഇത് നമ്മുടെ 15th Finance Commissionൻ്റെ ഇൻകം ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ അല്പം ഒന്ന് ജനറൽ നോളജ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻകം ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. If the legal reserve ratio is 20%, what is the value of money multiplier? 70ാമത്തെ ക്വസ്റ്റിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മണി മൾട്ടിപ്ലയർ കാണാനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ലീഗൽ റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. നമ്മളിത് എങ്ങനെ ചെയ്യുക? മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് 1/, റിസർവ് റേഷ്യോ ആണ്. സോ ഇവിടെ റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് ഓൾറെഡി ഇവർ തന്നിട്ടുണ്ട്. എത്ര? റിസർവ് റേഷ്യോ 20%. അപ്പം മണി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുക? 1/20 × 100 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 1/0.2 എന്നായാലും നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് എന്നതാ? 5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അല്ലേ? ഇതിപ്പോൾ നമ്മളെങ്ങനെയാ വെട്ടി നോക്കിക്കേ. 5 അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ എത്ര വരുന്നത്? ഓപ്ഷൻ സി 5 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. Question number 71. According to the Stokes-Samuelson theorem, which of the following are direct effect of tariff in a small nation? Stokes-Samuelson's theorem അനുമാനിച്ച് ചെറിയ നേഷനിൽ ഡയറക്റ്റ് എഫക്ട്സ് ഓഫ് താരിഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ബാധിക്കുക? The real return of the nation's relatively scarce factors of production will rise. The real return to the nation's relatively abundant factors of production will fall. The country as a whole will experience a net gain in national income. The ratio of capital to labor will fall in the production of the import competing commodity. പിന്നത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1ഉം 2ഉം ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അബണ്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്താതെ നമ്മുടെ സ്കേസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുകയും നമ്മുടെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉപയോഗിച്ച് ഇവിടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. അതിനെപ്പറ്റി പറയുന്നൊരു തിയറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1 and 2 ഉള്ളിയാണ്. അപ്പോൾ നമ്മൾ 71 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.